ഇത് എന്ത് പാട്ടാണ് ചെങ്ങായിമാരെ? മാപ്പിളപ്പാട്ടാണോ ഭജനപ്പാട്ടാണോ? തൃശൂർ എടവിലെങ്കിലെ ഹരിശ്രീ ഭജന സംഘം അയ്യപ്പൻ വിളക്കിന് സ്കൂൾ വിദ്യാർത്ഥിനിയായ അനന്തജ്യോതിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം കലാകാരന്മാർ കറുപ്പെടുത്ത് പാടിയതാണ് ഈ കേട്ടാലും കേട്ടാലും മതി വരാത്ത കിടിലൻ അനുഭവം. ഗംഭീര പാട്ടാണിതല്ലേ? ഹാർമോണിയത്തിന്റെയും തബലയുടെയും ഒക്കെ അകമ്പടിയിൽ താളത്തിലുള്ള ആ ഒരു കൈകൊട്ട് ആദ്യം സാവധാനത്തിൽ ധ്യാനാത്മകമായിട്ട് ഇങ്ങനെ തുടങ്ങി പടിപടിയായി വേഗത കൂടി ആവേശകരമായ ഒരു പാരമ്യത്തിലെത്തുന്നത് അയ്യപ്പൻ വിളക്ക് ഭജനയുടെ ഒരു ശൈലിയാണിതല്ലേ? നമ്മുടെ നാടൻ പാട്ടിന്റെയും ഹിന്ദുസ്ഥാനി ഖവാലിയുടെയും ഒക്കെ ശൈലി ഇത് തന്നെയാണ്. മനുഷ്യരെല്ലാം ആവേശഭരിതമായി ഒരുമിച്ച് നടത്തുന്ന ഏറ്റുപാടലുകളാണ് ഇതൊക്കെ. നമുക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരുപാട് കാരണങ്ങളിൽ ഒന്ന് മാപ്പിളപ്പാട്ടിന്റെയും നാടോടിപ്പാട്ടിന്റെയും ഇടയിലുള്ള ഇതേതാണ് എന്ന തരത്തിലുള്ള ഒരു തരമാണെന്ന് നമ്മൾ സംശയിച്ചു പോകും. സന്ദീപ് പോത്താനി പങ്കുവെച്ച പാട്ട് വീഡിയോ പ്രശസ്ത സൂഫി ഗായകനായ സമീർ ബിൻസി ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. ഇത് എന്താണ് ഈ മാജിക് എന്നറിയാൻ വേണ്ടി ഞാൻ പ്രശസ്ത സൂഫി ഗായകനായ സമീർ ബിൻസി ഒന്ന് ഫോണിൽ വിളിച്ചു. സമീർ ബിൻസിയുടെ മറുപടി പറച്ചിലായും പാട്ടായും ഒക്കെ എന്നെ തേടി വന്നു. ഒരു ചെറിയ വാട്സാപ്പ് വോയിസ് മാത്രമേ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ കേട്ടോ. ഞാൻ ഒരു പൂ ചോദിച്ചു, പക്ഷെ ഒരു പൂന്തോട്ടം തന്നെ കിട്ടിയെന്ന പോലെയായി കാര്യങ്ങൾ. ഇത് എന്ത് തരം പാട്ടാണ് സമീർ ബിൻസി? മുഞ്ചുള്ള തേരിലങ്ങേറി എന്നാ അവര് പാടുന്നത്. ഇവർ പാടുന്നത് മുഞ്ചുള്ള തേരിൽ. ആ രണ്ട് വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്. മക്കത്തെ മംഗല്യരാവ് ഖദീജത്തിൻ കല്യാണ നാള് മുഞ്ചുള്ള തേരിലങ്ങേറി എത്തിയല്ലോ മണിമാരൻ. മക്കത്തെ മംഗല്യരാവ് ഖദീജത്തിൻ കല്യാണ നാള് മുഞ്ചുള്ള തേരിലങ്ങേറി എത്തിയല്ലോ മണിമാരൻ. ഈ ഹിന്ദു മുസ്ലിം എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന വെറുപ്പെല്ലാം അവിടെ നിൽക്കട്ടെ. സവർക്കറും ഇസ്ലാമിസ്റ്റുകളും എല്ലാം കച്ചകെട്ടി ഇറങ്ങുന്നതിന് മുമ്പ് ഈ കൊച്ചു കേരളത്തിൽ തികച്ചും ഹൈന്ദവമായ ഒരു പശ്ചാത്തലത്തിൽ മുസ്ലിം സംസ്കാരവുമായി ബന്ധമുള്ള ഒരു കഥ പറയാൻ വേണ്ടി ഈ സംഗീതത്തെ കൂട്ടുപിടിച്ച നമ്മുടെ പൂർവികരുടെ അസാധാരണമായ വൈഭവം സമ്മതിച്ചു കൊടുത്താലേ പറ്റൂ. അത് ഒന്ന് കേട്ടാൽ അറിയാം. ഇത് മക്കത്തെ ഖദീജയുടെ മകൾ പാത്തുവിനെ കുറിച്ച് കൂടിയുള്ള ഒരു പാട്ടാണ്. മുഹമ്മദ് നബിയെ കുറിച്ചുള്ള ഒരു പാട്ട് എന്ന രീതിയിലാണ് ആദ്യ വരികൾ ചിലരൊക്കെ തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കിയത്. എന്നാൽ പിന്നീട് ഈ വരികളിൽ വാവരും ശിവനും എല്ലാം കയറി വരുന്നതോടെ അതല്ല ഇത് എന്ന തോന്നൽ കേൾവിക്കാരിൽ ശക്തമായി. പുകിലുണ്ടായത് രണ്ട് കാര്യങ്ങളിൽ. അത് ഈ ഒരു പാട്ടിൻ്റെ ഈ ഒരു സവിശേഷ രീതി കണ്ടപ്പോഴത്തേക്കും അതിൻ്റെ ഫസ്റ്റിൽ വരുന്ന മക്കത്തെ കല്യാണം, മക്കത്തെ മംഗല്യം ഖദീജ എന്ന് കേട്ടതോടുകൂടി ഇത് പ്രവാചകൻ്റെ ഒരു കല്യാണത്തെക്കുറിച്ചുള്ള പാട്ടാണ് എന്ന് മൊത്തത്തിലൊരു പരക്കലുണ്ടായി. ഇത്തരം പാട്ടുകളിൽ ഈ ശൈവ സങ്കല്പവും അതുപോലെ തന്നെ മുസ്ലിം പദാവലികളൊക്കെ ചേർന്ന് വരുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയെന്നോണം മനസ്സിലാക്കിയതായിരിക്കും ആളുകൾ എനിക്ക് തോന്നുന്നു. പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു മാപ്പിളപ്പാട്ടുകളിലൊക്കെ ഖദീജ ബീവിയുടെ കല്യാണവും മക്കത്തെ കല്യാണവും ഒക്കെ അത്രയും സുപരിചിതമായ പദങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത് പ്രവാചകൻ്റെ വിവാഹത്തെക്കുറിച്ചാണോ എന്ന് വിചാരിച്ചത്. ആ നിലക്ക് ഇതിനെപ്പറ്റിയൊക്കെ വാർത്ത വന്നു. അപ്പോൾ ഈ പുകളിനൊപ്പം പുകിലുണ്ടായത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അപ്പോഴേ പറഞ്ഞിരുന്നു ഇത് വാവരെക്കുറിച്ചുള്ള പാട്ടാണ്. അപ്പോൾ വാവരുടെ ഉമ്മ പാത്തുമ്മയുടെ ഉമ്മ ഖദീജയും ആലിയും അവരുടെ മകനായിരുന്നു വാവര്. ഈ പുരാവൃത്തം ഇങ്ങനെയാണ്. മക്കംപുരയിൽ ഇസ്മായിൽ ഗോത്രത്തിൽ വാവർ എന്ന നിലക്കാണ് പല പുരാവൃത്തങ്ങളിലും ഈ പേര് കാണുന്നത്. അതാണ് ഈ മക്കത്തെ മംഗല്യം എന്ന് പറയുന്നത്. ഈ പാട്ട് എഴുതിയ ആളെ നമ്മൾ അതിനടി മറക്കാൻ പറ്റില്ല, ഗോപാലൻ എന്ന് പറയുന്ന അത് ഇത്തരം പാട്ടുകൾ ഇങ്ങനെ പടർന്ന് കാലങ്ങളായി വരികയാണല്ലോ. അപ്പോൾ അവർക്ക് ഈ രചനയുടെ ആ ഒരു സ്റ്റൈല് കിട്ടുന്നുണ്ട്. അങ്ങനെ ഇത്രയും മനോഹരമായ പാട്ടുകൾ വരുന്നത്. ആ പാട്ട് എങ്ങനെയാണ് മനുഷ്യരുടെ ഉള്ളു തൊട്ടതെന്ന് സമീർ ബിൻസി പറയുന്നുണ്ട്. അതുകൂടി കേൾക്കാം. ഈ പാട്ടിനെ പറ്റി ഒരുപാട് വർത്തമാനങ്ങൾ പിന്നീടുണ്ടായി. അപ്പോൾ പാട്ട് പാടിയ ആളുകളുടെ ആലാപന മികവ് കൊണ്ടും അതിൻ്റെ ആ ഒരു നിഷ്കളങ്കമായ ആ ഒരു പാട്ട് പാടൽ കൊണ്ടും ആണ് ആളുകൾ അത്രയും അത് ഏറ്റെടുത്തത്. ആ
സഹോദരിയും ആ സഹോദരിമാരും പാടുന്ന ഒരു രക്ഷയില്ല. ഈ പാട്ടിൻ്റെ ആ ഒരു ഭംഗിയെപ്പറ്റി ആ കുട്ടി പാടിയത്, നമ്മൾ ഈ മാപ്പിളപ്പാട്ടിൻ്റെ ടച്ച്, മുസ്ലിം പദാവലികൾ, അതുകൊണ്ട് സൗഹൃദത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ഒരു അടയാളമായി ആളുകളെ ഏറ്റെടുക്കുന്നുണ്ട് ഇത്തരം പാട്ടുകൾ എന്ന് പറയണ്ടായല്ലോ. അത് ആ കുട്ടിയുടെ ആലാപനം കൂടി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. ആ കുട്ടി മാത്രമല്ല, ആ സഹോദരങ്ങളെല്ലാവരും അതിമനോഹരമായിട്ടാണ്. ഇപ്പോൾ നമ്മൾ പാടുന്നതൊന്നും അതിൻ്റെ ശരിക്കുള്ളൊരു നോട്ടല്ല, മാപ്പിളപ്പാട്ടിൻ്റെയും അതുപോലെ തന്നെ നാടൻ പാട്ടുകളുടെയും ഇടയിൽ നിൽക്കുന്ന ഒരു സവിശേഷ രീതിയിലാണ് ശരിക്കും അവരെ പാടിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൽ ആ സഹോദരി പാടിയതേ എത്തിയല്ലോ മണിമാരൻ, ആ ഒരു എടുപ്പാണ് ആ പാട്ടിൻ്റെ സോളായിട്ട് മാറിയത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പാടുന്നൊന്നും അല്ല നോട്ട്, അത് ഈ മാപ്പിളപ്പാട്ടിൻ്റെയും നാടൻ പാട്ടിൻ്റെയും ആ ഇടയിലുള്ളൊരു പ്രത്യേകത. എന്താണ് ആ പിടിച്ചാൽ കിട്ടാത്ത ആ സവിശേഷമായ വ്യത്യാസം എന്ന് ഞാൻ പലരോടും ഇങ്ങനെ ചോദിക്കാൻ നിൽക്കുകയായിരുന്നു. ഒരുപാട് മാപ്പിളപ്പാട്ട് ചെയ്തിട്ടുള്ള ഉസ്താദ് മൊഹസിൻ കയോടോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് അക്ബറിനോടൊക്കെ ചോദിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു എന്താണ് അതിനകത്തുള്ള വ്യത്യാസം എന്ന്. ഏതായാലും പുകൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മുടെ മണ്ണിന്റെ മണമുള്ള, നമ്മുടെ മണ്ണിൽ വേരാഴ്ത്തിയിരിക്കുന്ന മിത്തുകളുടെ, വിശ്വാസങ്ങളുടെ, ഐതിഹ്യങ്ങളുടെ ഒക്കെ സൃഷ്ടികളാണ് ഫോക്ലോറുകൾ. യുക്തിയല്ല, ഭാവനയാണ് അവിടെ പാട്ടായി മാറുന്നത്. കഥകളോ വിശ്വാസങ്ങളോ ഇവയൊക്കെ കൂടി കലർന്ന ഭാവനയോ ഒക്കെയാണ് പാട്ടും ഈണവും താളവുമായി മാറുന്നത്. അത് നമ്മുടെ മണ്ണിന്റെ, നമ്മുടെ മനുഷ്യരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നാണ്. ആ നാടൻ പാട്ട് പാരമ്പര്യത്തിൽ നിന്നും ഊർജം സംഭരിച്ചുകൊണ്ടാണ് മക്കത്തെ മംഗല്യരാവ് എന്ന പാട്ടൊക്കെ പിറവിയെടുക്കുന്നത്. കലാരൂപങ്ങളും ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ ക്യാമറയിലാക്കി സോഷ്യൽ മീഡിയയിലൂടെ മനുഷ്യരിൽ, നമ്മളിലൊക്കെ എത്തിക്കുന്ന കലാസ്നേഹിയായ ഒരാളാണ് ഈ പാട്ടും നമ്മുടെ മുന്നിൽ എത്തിച്ചത് സന്ദീപ് പോത്താനി. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഇടങ്ങളിലൊക്കെ നിങ്ങളൊന്ന് പോയി നോക്കണം. സമാനമായ അനേകം പാട്ടുകൾ, വീഡിയോകൾ, നൃത്തങ്ങൾ, നാടൻ കലകൾ, ക്ഷേത്രകലകൾ, അങ്ങനെ പലതരം രസകരമായ വീഡിയോകൾ. ആ കൂട്ടത്തിലേക്കാണ് മക്കത്തെ മംഗല്യരാവ് എന്ന പാട്ടും കൂടി എത്തിയത്. അദ്ദേഹം അവതരിപ്പിച്ച, അദ്ദേഹമാണ് ഇത് റെക്കോർഡ് ചെയ്ത് ഇവിടെ എത്തിച്ചത്. ഇത്തരത്തിലുള്ള ഒരുപാട് പാട്ടുകൾ ഈ വൃശ്ചികമാസമാകുന്ന സമയത്ത് പ്രചരിക്കാറുണ്ട്. പ്രത്യേകിച്ച് സന്ദീപ് പോത്താനിയെ പോലെയുള്ള ഇത്തരത്തിലുള്ള ഒരുപാട് പാട്ടുകൾ കളക്ഷൻ ഉള്ള ആളുകളുടെ കയ്യിൽ നിന്നാണ് ഇതങ്ങോട്ട് പടരാറുള്ളത്. ഈ വർക്കും നമുക്ക് അങ്ങനെ തന്നെയാണ് കിട്ടിയത്. ഒരുപാട് പേര് പാടി ഏറ്റെടുത്ത്, അത് കാരണം ഒരു കേരളത്തിൻ്റെ ഒരു സൗഹൃദത്തിൻ്റെ, സഹവർത്തിത്വത്തിൻ്റെ, ഒരു സ്നേഹത്തിൻ്റെ അടയാളമായതുകൊണ്ടാണ് ഈ പാട്ട് ഏറ്റെടുത്തത്. തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് എടവിലങ്ങ് ഗ്രാമപഞ്ചായത്തിലെ കാരാകാദിയാളത്തുള്ള ഒരു അയ്യപ്പൻ വിളക്കിന് അവതരിപ്പിക്കപ്പെട്ടതാണ് ഈ പാട്ട്. സമീർ ബിൻസി സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുകയും വൈറലാവുകയും ചെയ്ത അക്കൂട്ടത്തിൽ മറ്റൊരു പാട്ട് കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും മക്കത്തെ മംഗല്യരാവ് അത്ര സന്തോഷകരമല്ലാത്ത ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ടാക്കി. സ്വാഭാവികം, ഇതാണ് കേരളം. മകരവിളക്ക് ഉത്സവത്തിൽ മുഹമ്മദ് നബിയുടെ പാട്ടുപാടി ഭജന സംഘം എന്ന തലക്കെട്ടിൽ മീഡിയാവൺ ഈ വീഡിയോ ഷെയർ ചെയ്തതിന് പിന്നാലെയാണ് അതെന്താണ് ഈ അമ്പലത്തിലൊക്കെ മുഹമ്മദ് നബിയുടെ പാട്ട് എന്നുള്ള ഒരു തർക്കവും ചർച്ചയൊക്കെ ഉണ്ടായി. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ പാട്ട് മുഹമ്മദ് നബിയെ കുറിച്ചേ ആയിരുന്നില്ല. മുഹമ്മദ് നബിയുടെ വിവാഹവും മകൾ ഫാത്തിമയുടെ ജനനവും ഒന്നുമല്ല അതിലെ വിഷയം എന്ന് പറയുന്നത്. അത് വാവരെ കുറിച്ചുള്ള പാട്ടാണ്, വാവരുടെ ഉമ്മയെ കുറിച്ചുള്ള പാട്ടാണ്. പക്ഷെ എന്തിനെ കുറിച്ചാണ് ഇതെന്ന് അന്വേഷിക്കാതെ മീഡിയ വണ്ണിന് പിറകെ റിപ്പോർട്ടറും തെറ്റായ രീതിയിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തു. അതോടെ മുഹമ്മദ് നബിയെ കുറിച്ചുള്ള ഒരു പാട്ട് അമ്പലത്തിൽ പാടി എന്ന രീതിയിലായി ആളുകളുടെ കമന്റുകൾ മുഴുവൻ. ഏതായാലും ഇത് പ്രവാചകന്റെ വിവാഹത്തെ കുറിച്ചാണെന്നുള്ള ഒരു ധാരണ പരന്നു. അങ്ങനെ പല വാർത്തകളൊക്കെ വന്നു. അത് ആളുകൾ ഒരു സ്നേഹത്തിന്റെ ഒരു അടയാളമായിട്ട് അത് ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോൾ നമ്മളതിൻ്റെ നിജസ്ഥിതി പല ആളുകളും ഇത് പറയുകയും ചെയ്തു.
പക്ഷെ ഹൃദയശൂന്യരായ മനുഷ്യർ എന്നാൽ ഇതൊന്ന് എന്താണ് എന്ന് പറയുന്നത്, എന്താണിതിൽ പറയുന്നത് എന്ന് പഠിക്കുന്നതിന് പകരം ഈ വാർത്തകൾ കണ്ടപ്പോഴത്തേക്ക് ചാടി വീണു. ഇനി എന്തുകൊണ്ട് അവിടെ അയ്യപ്പൻ വിളക്കിൽ മക്കത്തെ കല്യാണത്തെക്കുറിച്ച് പാടുന്നു, ഇനി വേറെ കുറച്ചുകൂടി പാടാം, ഇനി അങ്ങനെ അയ്യപ്പനെ തന്നെ ഇല്ലാതെയാക്കാം എന്ന രൂപത്തിലുള്ള വർത്തമാനങ്ങൾ. അങ്ങനെ ആ നിലക്ക് ഇത് എല്ലായിടത്തും ഇതൊരു പ്രവാചക വിവാഹത്തെ പറ്റിയുള്ള ഒരു പാട്ട് അയ്യപ്പൻ വിളക്കിന് ദേശവിളക്കിന് പാടി എന്നുള്ള നിലക്കാണ് വാർത്ത എല്ലായിടത്തും പ്രചരിച്ചത്. അതൊരു മനുഷ്യരുടെ ഒരു സ്നേഹത്തിൻ്റെ അടയാളം എന്നുള്ള നിലക്ക് ആളുകൾ അതങ്ങനെ ഏറ്റെടുക്കുകയും ചെയ്തു. അതിനിടയിൽ ഈ പാട്ടിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഇത് ശരിക്ക് പ്രവാചക വിവാഹത്തെക്കുറിച്ചാണെന്ന് ധരിച്ച് ഈ 2 വരികൾ മാത്രം എടുത്ത് ബാക്കി കുറച്ച് വരികൾ പ്രവാചകൻ്റെ വിവാഹത്തെക്കുറിച്ച് വെച്ചുകൊണ്ട് അങ്ങനെയും ഒരു പാട്ടൊക്കെ വന്നു കേട്ടോ. അത് കുറച്ച് സഹോദരങ്ങൾ നല്ല ഭംഗിയുണ്ടായി കേൾക്കാൻ, പക്ഷെ അതൊന്നും ഈ സഹോദരങ്ങൾ പാടിയ ആ ആലാപനത്തിൻ്റെ അവിടത്തേക്ക് എത്തിയിട്ടില്ല. സോഷ്യൽ മീഡിയയിലെ സാധാരണക്കാരെ പോലെ അല്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനം അങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്യും മുമ്പ് ഫാക്ട് ചെക്കിംഗ് ഉണ്ടായില്ല എന്ന് വേണം നമ്മൾ കരുതാൻ. ഉത്തരവാദിത്വമില്ലാത്ത മാധ്യമ പ്രവർത്തനം കാരണം ആ പാട്ട് പാടിയ സംഘവും പാട്ടുമടക്കം സൈബർ ഇടങ്ങളിൽ വെറുതെ ആക്രമിക്കപ്പെട്ടു. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ അറിയോ, ഈ പാട്ടിനെ കുറിച്ചുള്ള മീഡിയ വൺ റിപ്പോർട്ടർ പോസ്റ്റുകളുടെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഇപ്പോഴും മാറ്റിയിട്ടില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴും മീഡിയ വൺ നവംബർ 28-നാണ് ഇത് പോസ്റ്റ് ചെയ്ത്. ആ വീഡിയോയ്ക്ക് ഇപ്പോഴും തെറ്റായ ടൈറ്റിൽ തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഒരു കാര്യം തെറ്റാണെന്ന് മനസ്സിലായാൽ തിരുത്തണമെന്ന മാധ്യമ മര്യാദ ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല. തൊട്ടു പിന്നാലെ അതേ തലക്കെട്ടിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത റിപ്പോർട്ടർ ചാനലും ഇതുവരെ തെറ്റ് തിരുത്തിയിട്ടില്ല. പക്ഷേ ഇത് പ്രവാചക വിവാഹത്തെക്കുറിച്ചാണെന്നറിഞ്ഞതും നേരത്തെ ഈ സ്നേഹശൂന്യരായ ആളുകൾ അവിടെ ചാടി വീണു. അപ്പം അത്തരം ആളുകൾ ഇത് അപ്പടി അങ്ങോട്ട് വിശ്വസിക്കുക ചെയ്തത്. എന്നാൽ ഈ പാട്ട് എന്തിനെ പറ്റിയാണ് എന്നവരൊന്ന് നോക്കണ്ടേ. അത് നോക്കിയാലും അവരുടെ വെറുപ്പ് പോകാനുള്ള സാധ്യത കുറവാണ്. കാരണം അതിൽ പലരും അങ്ങനെ വാവർ എന്നൊന്നില്ല, അത് വാപുരനാണ്. ഞാൻ ആ ഒരു കോൺട്രവേഴ്സിയിലേക്കൊന്നും ഇപ്പം നമ്മൾ പോകുന്നില്ല. ഏതായാലും അവർ ഈ പാട്ടൊന്നും നോക്കാതെ അവരും ഇത് ധരിച്ച് വശമായി ഇത് പ്രവാചകൻ്റെ വിവാഹത്തെക്കുറിച്ചുള്ള പാട്ടാണ് എന്ന്. അതാണ് അതിൻ്റെ രസം. എന്നിട്ട് അങ്ങോട്ട് പിന്നെ വെറുപ്പിൻ്റെ പ്രചാരണമാണ്. നോക്കി നിങ്ങൾ, ഇവർ ബാങ്കിനിടയിൽ ഒരു വിഘ്നേശ്വര സ്തുതി പാടുമോ, അല്ലെങ്കിൽ ബാങ്കിനിടയിൽ ഒരു ശിവഭക്തി ഗാനം പാടുമോ, അല്ലെങ്കിൽ ബാങ്കിനിടയിൽ അല്ലെങ്കിൽ പള്ളിയിൽ നിസ്കാരത്തിനിടയിൽ ഒരു ഹിന്ദു ഭക്തി ഗാനം പാടുമോ. ഇങ്ങനെയൊക്കെ ഒരു വിഭാഗീയമായ തരത്തിലുള്ള വർത്തമാനങ്ങൾ വരെ ഉണ്ടായി. അതിൽ 2 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഈ സൗഹൃദത്തിന് അതിൻ്റേതായിട്ടുള്ള ലാംഗ്വേജും അതിൻ്റേതായിട്ടുള്ള ഇടങ്ങളുണ്ട്. ഓരോ കമ്മ്യൂണിറ്റിക്കും അത് അതിൻ്റെ രീതിയിലായിരിക്കും. ആ സഹവർത്തിത്വത്തിൻ്റെ സ്ഥലങ്ങളും അതിൻ്റെ രീതികളും അത് വിരുന്ന് വിളിക്കുന്നിടത്തായിരിക്കാം, അല്ലെങ്കിൽ പള്ളിയിലെ തന്നെ വേറെ ചില ആഘോഷങ്ങൾക്കായിരിക്കാം, ചിലപ്പോൾ നോമ്പ് തുറക്കായിരിക്കാം, ചിലപ്പോൾ ഇതുപോലെയുള്ള പാട്ടുകൾക്കായിരിക്കാം, ഒക്കെ ഉണ്ടാകും. അതൊരു കാര്യം. രണ്ടാമത് അതിനകത്ത് തന്നെ എനിക്ക് പറയാനുള്ളത്, ഇതങ്ങനെ ഉണ്ടോയെന്ന് ഇപ്പോഴും അറിയാത്ത ആളുകളാണെങ്കിൽ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് നോക്കൂ. വേണ്ട, എൻ്റെ കൺസെർട്ടിനൊന്ന് വന്ന് നോക്കൂ. ഞങ്ങൾ നടത്തുന്ന കൺസെർട്ടിൽ ഏതെല്ലാം തരം പാട്ടുകളാണ് പാടുന്നത്. ഉറൂസിലും അതുപോലെ തന്നെ സൂഫി പഠനശാലകളിലൊക്കെ നമ്മൾ നടത്തുന്ന കൺസെർട്ടുകളിൽ നിങ്ങളൊന്ന് വന്നു നോക്കൂ. അതാണ് ഒരു കാര്യം. മീരയുടെ സാസോം കി മാലാ പേ സിമ്രൂമേ പീക്കാ നാം, ഭക്തമീരയുടെ പാട്ടാണ്. ആ പാട്ട് ഇന്ത്യയിൽ വന്ന് പാടിയത് പാക് ഗായകനായ മർഹൂം നുസ്രത്ത് ഫത്തേ അലി ഖാൻ സാഹിബാണ്. ഇന്നിപ്പോൾ ഒരു പാക് ഗായകന് അത്തരത്തിലുള്ളൊരു പാട്ട് ആലപിക്കാനായാലും ഇന്ത്യയിലേക്ക് വരാൻ പറ്റുമോ, വരാൻ ഇവർ സമ്മതിക്കുമോ എന്നുള്ളത് വേറെ വിഷയമാണ്. യാദ് ഹേ കുച്ച് ഭി ഹമാരി കനയ്യ, കൃഷ്ണ നിനക്കെന്നെ ഓർമ്മയുണ്ടോ എന്ന് പാടിയത് അബു മുഹമ്മദ് സാഹിബും അതുപോലെ തന്നെ ഉസ്താദ് ഫരീദ് അയാസ് ഖാൻ സാഹിബുമാണ്. അപ്പോൾ ഇതൊക്കെ നേരത്തെ ഉണ്ട്. അപ്പോൾ ഒന്ന് പുറത്തേക്ക് ജനലൊക്കെ ഒന്ന് തുറന്ന്, ഒന്ന് വാതിലൊക്കെ ഒന്ന് തുറന്ന് ഒന്ന് പുറത്തേക്ക് നോക്കിയാൽ ഹൃദയമുണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മനുഷ്യരായിട്ട് സ്നേഹത്തിനും പ്രണയത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളട്ടെ. എല്ലാവരും അതിനു വേണ്ടി, അഥവാ ആ നിയോഗത്തെ മനസ്സിലാക്കിയ എല്ലാ മനുഷ്യരും അതിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു കാലം വരട്ടെ. സ്നേഹം, സന്തോഷം, ഇഷ്ക്. എന്നാൽ ആ മനോഹരമായ ഗാനവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളുടെ തെറ്റായ വ്യാഖ്യാനവും അതിനെ തൊണ്ടിലുണ്ടായ വിവാദങ്ങളും മാത്രമല്ല ഉണ്ടായത് എന്നൊരു കാര്യം നമ്മളിവിടെ പറയേണ്ടതുണ്ട്. ആ പാട്ട് ഇഷ്ടപ്പെട്ടവരുടെ എണ്ണം എന്നെപ്പോലെ നിങ്ങളെപ്പോലെ അതിനേക്കാളൊക്കെ വളരെ കൂടുതൽ ആളുകളാണ് അതിനെ സ്നേഹിച്ചത്.
ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തൊരു മോശം കാലാണ് ഇതല്ലേ. മനുഷ്യർ തമ്മിൽ സൗഹാർദ്ദവും സാഹോദര്യവും ഉണ്ടാക്കാൻ കാരണമാകുന്ന നല്ല കാര്യങ്ങളിലെല്ലാം വിഷം കലക്കപ്പെടുന്ന ഒരു കാലമാണ്. സിനിമ, സംഗീതം, കലയൊക്കെ ധ്രുവീകരണത്തിനായി ഉപയോഗിക്കാൻ വേണ്ടി കുറെ നിക്ഷിപ്ത താല്പര്യക്കാർ പണിപ്പെടുന്ന കച്ചകെട്ടി ഇറങ്ങുന്ന കാലമാണ്. കേരള സ്റ്റോറി പോലെ ഒരു സിനിമ ഇറങ്ങിയത് ഒരുപാട് മുമ്പല്ല. ശബരിമല ക്ഷേത്രത്തിൽ ഡിസംബർ 6 നടക്കുന്ന ഭീകരാക്രമണം മുഖ്യ പ്രമേയമാക്കി ഒരു സിനിമ മലയാളത്തിൽ ഇറങ്ങാൻ പോവുകയാണ് എന്ന വാർത്ത വന്നത് വളരെ ദൂരെയല്ല. പാട്ടിനെ ചൊല്ലി, ഭക്ഷണത്തെ ചൊല്ലി, ഫേസ്ബുക്ക് പോസ്റ്റിനെ ചൊല്ലിയൊക്കെ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന കാലമാണിത്. ആ നേരത്താണ് ഇതുപോലൊരു പാട്ടുണ്ടാവുന്നത്, ഈ പാട്ട് പാടാൻ ഒരു ഇടം കേരളത്തിൽ ഉണ്ടാവുന്നത്, അത് കേട്ട് സന്തോഷിക്കുന്ന നമ്മളിപ്പോലുള്ള ആളുകൾ ഉണ്ടാവുന്നത്. കേരളം മറ്റൊന്നാവുന്നത് ഇങ്ങനൊക്കെ കൂടി തന്നെയാണ് കേട്ടോ. മക്കത്തെ കല്യാണ രാവ്, ഖദീജത്തിൻ കല്യാണ രാവ്. എനിക്ക് പാടാനൊന്നും അറിയില്ല കേട്ടോ, കൊതിയും കൊണ്ട് പാടി നോക്കിയതാ. മക്കത്തെ മംഗല്യരാവ്, ഖദീജത്തിൻ കല്യാണ നാള്,